ശരിക്കും നിങ്ങൾക്ക് എന്താണ് കണ്ടത് ആദ്യം വരുമ്പോഴേ? പുക വരുന്നത്. എവിടുന്ന് പുക വരുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്? MRIന്റെ ആ ഭാഗത്ത്. എന്നിട്ട് പിന്നീട് ആൾക്കാരെ മാറ്റി എല്ലാം മാറ്റി. ആൾക്കാരെ മാത്രമാണ് ഈ ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാം മാറ്റുന്നത് കാണുന്നത്. എല്ലാം പിന്നെ ഫർണിച്ചറൊക്കെ ഏതാണ്ട് എത്ര പേഷ്യൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളൂ? ആറല്ല, ഒരു 10 പേഷ്യന്റ് ഒക്കെ ഉണ്ടാവും. ഈ ആരൊക്കെയാണ് ശരിക്കും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്? പുറത്തുള്ള ആൾക്കാർ പങ്കെടുത്തേക്ക് എല്ലാവരും കൂടി പങ്കെടുത്ത് ആള് മുഴുവൻ ഇതില് പങ്കെടുത്തേക്ക്. ഇതിന് കാരണം എന്താണ്? എന്തെങ്കിലും മിന്നലാന്നൊക്കെ പറയുന്ന കേട്ടിക്ക്. വരുന്നത് മാത്രമാണ് ഞങ്ങൾ കണ്ടത്. അതിനുശേഷമാണ് ഞങ്ങൾ പേഷ്യന്റിനെ കണ്ട ഉടനെ തന്നെ പേഷ്യന്റ് എല്ലാവരും മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. താഴെയുള്ള പേഷ്യന്റിനെ മാറ്റി, അപ്പുറത്തും ഇപ്പുറത്തുള്ള പേഷ്യന്റിനെ മൊത്തം മാറ്റി, പിന്നെ മുകളിൽ കയറി മുകളിലെ പേഷ്യന്റിനെ മാറ്റി. എത്ര നിലയിൽ നിന്നുള്ള ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്? 4 നില, 6 നില. 1 പേഷ്യന്റ് അവിടെ ബാക്കിയുണ്ടല്ലേ? സർജറി കഴിഞ്ഞാൽ വിളക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പേഷ്യന്റ് അവിടെ കിടക്കുന്നുണ്ട്. ഈ ഡോക്ടർമാരിൽ അപ്പോഴേക്കും എത്തിയോ? എല്ലാവരും സഹകരിച്ച് എല്ലാവരും പേഷ്യന്റ് പെട്ടെന്ന് മാറ്റി. പല കേസായിട്ട് ഡോക്ടർമാരും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തിപ്പെട്ടു. ആശുപത്രിയിലേക്ക് മാറ്റിയെന്നുള്ളതൊക്കെ മൈത്ര ബേബി അടുത്തുള്ള എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിംസിലേക്ക് ഒക്കെ മാറ്റി കുറെ പേഷ്യന്റ്. ഏതാണ്ട് വലിയൊരു പ്രയാസം ഭയങ്കര വലിയ പ്രയാസമാണ്. എല്ലാവരും പേടിച്ചു. പേഷ്യന്റ് മാറ്റിയിട്ടുണ്ട്. കുറെ പേഷ്യന്റ് പേടിച്ചു പോയി. ശരിക്കും പേടിച്ചു. തീയോ മറ്റൊന്നും അപ്പത്തേനും സെക്യൂരിറ്റിമാരെല്ലാം കൂടി ഓടി എത്തിയിട്ടുണ്ട്. ഇത് ഏതാണ്ട് എത്ര മണിയായിട്ടുള്ള? 8 മണിക്കാണ്. ഈ ദൃക്സാക്ഷികളിൽ നിന്ന് പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരു കൂട്ടം ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവർ പറയുന്ന കാര്യം നമുക്ക് ചുരുക്കി കഴിഞ്ഞാൽ ഈ രീതിയിൽ കാണാൻ വേണ്ടി കഴിയും. അതായത് 8 മണിയോടുകൂടിയാണ് സംഭവം. 8 മണിയോടുകൂടി ഈ കാഷ്വാലിറ്റിയുടെ ഭാഗത്തു നിന്നും പുക ഉയർന്നതായാണ് അവർ ആദ്യം തന്നെ കണ്ടത്. ഉടൻ തന്നെ മറ്റ് സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തുകയും അവിടെ നിന്നുള്ള രോഗികളെ ആദ്യം തന്നെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തു. റെഡ് സോണിൽപ്പെട്ട 6 പേരുണ്ടായിരുന്നു. അവരെയാണ് ആദ്യം മാറ്റിയത്. അതിനുശേഷം ബാക്കി എല്ലാ മേഖലകളിലേക്കുമുള്ള ആൾക്കാർ മാറ്റുന്നതിന് വേണ്ടി ശ്രമം തുടങ്ങി. ജീവനക്കാർ മാത്രമല്ല, ഇവിടെ വന്നവർ മാത്രമല്ല, ഇതിലൂടെ പോകുന്നവരുൾപ്പെടെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് നടത്തിയ ഒരു നേട്ടമാണ് ഇത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൂടുതൽ അപകടമില്ലാതിരിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലൊരു കാഷ്വാലിറ്റി ഇല്ലാതിരിക്കുകയും ചെയ്തത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പേരെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അതിനെല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു എന്നതാണ് ഇപ്പോൾ ഇവർ പങ്കുവെക്കുന്ന കാര്യം. ഇവരുടെ മുഖത്ത് ഇപ്പോൾ ആശ്വാസമുണ്ട്. ആദ്യം കാണുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നില്ല, ആകെ ഭയന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ അന്താളിച്ചു പോയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ അവർക്ക് ഒരു ആശ്വാസമുണ്ട്. കാരണം ഒരാളുടെ ജീവന് പോലും തകരാറ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതും അത്രമാത്രം നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നതിൻ്റെയും ആശ്വാസത്തിലാണ് ഇവർ.